നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു 2-3 പേര് ഒത്തിരി പേര് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചോദിക്കുന്ന പോലെയല്ല, ഒരു 1-2 പേര് കുറച്ചൊരു കൺസേൺസ് ഒക്കെ ചോദിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ ഒരു വാക്കാലുള്ള ഒരു ഒബ്സർവേഷനാണ്. അതായത് നമ്മുടെ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിനെക്കുറിച്ച്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 4-5 വർഷം മുമ്പ് നടന്നിട്ടുള്ള പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിനെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ മലയാളികളായിട്ടുള്ള ഒട്ടനേകം പേർ പോപ്പുലർ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു നിക്ഷേപ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയും അവർ പണവുമായിട്ട് മുങ്ങിക്കളയുകയും ചെയ്തതാണ്. കാരണം ഈ ഒരു ധനകാര്യ സ്ഥാപനം എനിക്ക് തോന്നുന്നു ഒരു 100 വർഷത്തിൻ്റെ അടുത്ത് പ്രവർത്തന പരിചയമൊക്കെ ഉള്ളതാണ്. അവർ വമ്പിച്ച റിട്ടേൺസൊക്കെ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിച്ചു. അതിൻ്റെ 2ാം തലമുറയോ 3ാം തലമുറയോ ഒക്കെയാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അവർ ആ പണം ഉപയോഗിച്ച് ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ സ്ഥലങ്ങൾ വാങ്ങിക്കുകയും അവർ അതിന് ശേഷം നിക്ഷേപകരെ പറ്റിച്ച് കടന്നു കളയാൻ വേണ്ടി ശ്രമിക്കുകയും ഡൽഹി എയർപോർട്ടിൽ വെച്ചിട്ട് പിടികൂടപ്പെടുകയുമാണ് ചെയ്തത് എന്നാണ് ചരിത്രം. അപ്പോൾ അതിനുശേഷം ഹൈക്കോർട്ട് ഒത്തിരി കാലം ജയിലിൽ കിടന്ന് പ്രമാണിച്ച് അവർക്ക് ജാമ്യം നൽകി ഇതിൻ്റെ ഉടമസ്ഥർക്ക്. അപ്പോൾ അതിനുശേഷം ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകരുടെ ഒരു കൂട്ടായ്മ സുപ്രീം കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. കാരണം ഇവരെ ജാമ്യത്തിന് വിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ഇവരുടെ നിക്ഷേപകരുടെ എല്ലാം പണം തിരിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ട് തിരിച്ചു പിടിച്ച് വീണ്ടും ജയിലിലിടണമെന്നും ജാമ്യം റദ്ദാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സുപ്രീം കോർട്ടിൽ പോയത്. അപ്പോൾ അതൊക്കെയാണ് ചരിത്രം. അപ്പോൾ സുപ്രീം കോർട്ടിൽ പോയിട്ട് സുപ്രീം കോർട്ടിൽ വാദം നടക്കുന്ന സമയത്താണ് സുപ്രീം കോർട്ട് ഒരു പ്രധാനമായിട്ടുള്ള ഒരു വാക്കാലുള്ള ഒരു പരാമർശം നടത്തിയത്. അത് മറ്റൊന്നുമല്ലായിരുന്നു. അതായത് നിക്ഷേപകർക്ക് അറിയാമായിരുന്നുവല്ലോ വളരെയധികം വലിയ റിട്ടേൺസ് ആരെങ്കിലും ഓഫർ ചെയ്യുമ്പോൾ അത് റിസ്ക് ഉള്ളതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കോടതിക്ക് വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നുള്ളതും, ഇവിടെ ഒട്ടനേകം നാഷണലൈസ്ഡ് ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകളൊക്കെ ഉണ്ട്, അവയിലൊന്നും നിക്ഷേപിക്കാതെ പോയപ്പോൾ വലിയ റിട്ടേൺസ് പ്രതീക്ഷിച്ച് പോകുമ്പോൾ അവർക്ക് സാമാന്യേന അറിയേണ്ട ഒരു കാര്യമാണ് അതിന് റിസ്ക് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇത് എത്തരത്തിൽ വ്യാഖ്യാനിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറുതെ ഒരു പാസിംഗ് കമൻ്റായിട്ട് മാത്രം നൽകാൻ പറ്റുന്നൊരു കാര്യമായിട്ടല്ല പലരും കരുതുന്നത്. ഇത്തരത്തിൽ തന്നെ ഇനി ഒട്ടനേകം തട്ടിപ്പുകാരുടെ കേസുകളൊക്കെ ഇനി വരികയും ചെയ്യും, വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ ഈ പറഞ്ഞ പോലെ വലിയ റിട്ടേൺസ് കൊടുക്കുമ്പോൾ നിക്ഷേപകർ ഒരു ഡ്യൂ ഡെലിജൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് വളരെയധികം റിസ്ക് ഉണ്ട് എന്നുള്ളതും ആ ഒരു റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തു, ആ റിസ്ക് ഏറ്റെടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ നിക്ഷേപം നടത്തിയത് എന്ന രീതിയിലുമൊക്കെ വേണം നോക്കിക്കാണാൻ എന്ന രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു പരാമർശത്തെ പറയാൻ കഴിയും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത് നിലനിൽക്കുന്ന ഈ കേസുകൾക്കും അതേപോലെ വരാൻ പോകുന്ന ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകൾക്കും ഇത് വളരെ വിപരീതമായിട്ടുള്ള അഥവാ പ്രതികൂലമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ നോക്കുമ്പോൾ ആണ് എന്ന് പറയേണ്ടി വരും. അതായത് സുപ്രീം കോർട്ട് പോലെയുള്ള ഇന്ത്യയിലെ അത്യുന്നത കോടതി വളരെ ഉയർന്ന ഒരു റിട്ടേൺസ് നൽകുന്നതിന് നിങ്ങൾ മനസ്സാലെ ഇതിന് റിസ്ക് ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിട്ടും അത് മനസ്സാലെ അംഗീകരിച്ചിട്ടുമാണ് ഇതിൽ നിക്ഷേപിച്ചത് എന്ന് പറയുമ്പോൾ ഫ്രോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അത് സത്യത്തിൽ ഒരു വലിയൊരു ഉപകാരമാണ്. കാരണം നമ്മൾ സോഫ്റ്റ്വെയർ എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻ്റൊക്കെ പോലെ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിക്കുമ്പോൾ, ആപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പോലെ എല്ലാ ആക്സെപ്റ്റ് എന്ന് പറയുന്നത് പോലത്തെ ഒരു ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ വലിയ നിക്ഷേപങ്ങൾ, വലിയ റിട്ടേൺസൊക്കെ ആരെങ്കിലും ഓഫർ ചെയ്തതിൽ കൊണ്ടുപോയിടുന്നത് എന്ന രീതിയിൽ വേണം വ്യാഖ്യാനിക്കപ്പെടാൻ. അപ്പോൾ ഫ്രോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇത് വലിയൊരു സഹായമാണെന്ന് കരുതാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള കമൻസ്, പരാമർശങ്ങൾ ഇതൊരു ഓറൽ റിമാർക്സ് ആയിട്ട് മാത്രമേ കരുതാൻ കഴിയൂവെന്ന് നിയമത്തിനെ വളരെയധികം വേണമെങ്കിൽ പരിശോധിച്ചാൽ വേണമെങ്കിൽ കഴിയാമോ. ഇതൊരു ബൈൻഡിങ് പ്രസിഡൻ്റായിട്ട് കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റെടുക്കണമെന്ന് വലിയൊരു നിർബന്ധമില്ല മറ്റ് കോടതികൾക്ക്. പക്ഷേ അതേസമയം തന്നെ ഇതുപോലത്തെ കേസുകൾ, സമാനമായിട്ടുള്ള കേസുകൾ വരുമ്പോൾ പ്രതിഭാഗത്തുള്ള വക്കീലന്മാർക്ക് ഈ ഒരു പരാമർശം ഉയർത്തി കാണിക്കാൻ ഒരു വഴി വയ്ക്കും എന്നുള്ളൊരു കാര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അതായത് ഇരകളാക്കപ്പെട്ടവർക്ക് സാമാന്യേന ലഭിക്കേണ്ട ഒരു നീതി അത് ലഭ്യമാകുന്നതിൽ കാലതാമസം ഏറ്റെടുത്തേക്കാം, ലഭിക്കില്ല എന്നുള്ളതല്ല. പക്ഷെ അതേസമയം വലിയ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി പണം കളഞ്ഞവർക്ക് ആ നീതി ലഭിക്കാനുണ്ടാകുന്ന കാലതാമസം സാധാരണ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോടതിയെ സംബന്ധിച്ച് വളരെയധികം കേസുകളുണ്ട്. അപ്പോൾ പ്രയോറിറ്റിയിൽ ഈ കേസുകളെല്ലാം താഴോട്ട് പോയേക്കാം. കാരണം അറിഞ്ഞുകൊണ്ട് അപകടത്തിൽപ്പെട്ട ഒരാൾ എന്ന നിലയിൽ. പ്രത്യേകിച്ച് ഇത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത്യധികം മുളച്ചു പൊന്തി വരുന്ന പല നിക്ഷേപ പ്രസ്ഥാനങ്ങളെയും കുറിച്ചാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങുകൾ മുതൽ
മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും സ്മാർട്ട് കോൺട്രാക്ട്സും ഇവയെല്ലാം പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മിണ്ടാതെ വീട്ടിലിരിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് മാത്രം ഒരു നിക്ഷേപത്തിന് ഇറങ്ങുന്നവർ ഇറങ്ങുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ പണം കൂടുതൽ ബുദ്ധിമാന്മാരായവരുടെ കയ്യിൽ ഇരിക്കും. അവർക്ക് നല്ല വക്കീലിനെ വെച്ച് വാദിക്കാൻ കഴിയുന്നത് കൊണ്ടും ഇത്തരത്തിൽ തട്ടിയെടുത്ത പണം ഒത്തിരി ഉള്ളതുകൊണ്ടും കോടതികളിൽ അവരുടെ വാദം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. അതേസമയം ആകെയുള്ള സമ്പാദ്യം ഇത്തരക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടവർ നാട്ടിലെ ഏറ്റവും മോശം വക്കീലിന് വക്കാലത്ത് കൊടുക്കാനുള്ള പണം പോലും ഇല്ലാത്ത അവസ്ഥയിലുമായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ പോവുക. 0.5%-നും 2%-നും കൂടുതൽ ലാഭത്തിനു വേണ്ടി സുരക്ഷിതമല്ലാത്ത നിക്ഷേപ മാർഗ്ഗങ്ങളിൽ നിക്ഷേപിക്കാതിരിക്കുക. എല്ലാവരും ചോദിക്കാറുണ്ട് ബാങ്കുകളും പൊളിയാറില്ലേ എന്നുള്ളത്. അതെ, ബാങ്കുകളും പൊളിയാറുണ്ട്. പക്ഷേ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സേഫ്റ്റി നെറ്റ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അതായത് ഒരു ട്രപ്പീസ് കളിക്കാരൻ സർക്കസിൽ താഴെയുള്ള ഒരു സേഫ്റ്റി നെറ്റ് കെട്ടാതെ കളിക്കുന്നതും കെട്ടിയിട്ട് കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ട്രപ്പീസ് കളിക്കാരൻ കൈവിട്ട് ആരാണെങ്കിലും താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ താഴെ വീണാൽ പോലും അപകടം കാര്യമായിട്ട് പറ്റാതെ ഒരു നെറ്റിനകത്ത് നിങ്ങളെ വീണ് കഴിയുമ്പോൾ സംരക്ഷിക്കുന്നത് പോലെയാണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ബാങ്കുകളും. ഇവയൊന്നുമില്ലാതെ പണം വാങ്ങി കയ്യിൽ വെച്ച് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന രീതിയിലുള്ള പല നിക്ഷേപ പ്രസ്ഥാനങ്ങളും. മറ്റൊരു അധ്യായം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.